കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ED ഇന്ന് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. അതിൽ 83 പേരെ ആണ് പ്രതികളായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിലമ്പൂർ ഇലക്ഷൻ വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഈ CPM-നെതിരെ ഇത്തരത്തിലുള്ള ഒരു കുറ്റപത്രം ചുമത്തുമ്പോൾ അത് CPM-ന് കൃത്യമായിട്ടൊരു അടിയായിരിക്കത്തില്ലേ? കരുവന്നൂർ കേസിനകത്ത് 83 പേരല്ല പ്രതികൾ, 83 പേരല്ല, ലക്ഷക്കണക്കിന് പേരാ പ്രതികൾ. അങ്ങനെയുണ്ട്. കാരണം ഇതിനകത്തെ 68ാമത്തെ പ്രതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്കകത്തെ കേരളത്തിൽ നിന്നുള്ള അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അതിൻ്റെ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രിയായിട്ടുള്ള പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയൻ തുടങ്ങി മന്ത്രിസഭയിലുള്ള ഒരുപാട് പേര്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പ്രവർത്തിക്കുന്നവർ, പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി മെമ്പർമാർ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് 68ാം പ്രതി CPM എന്ന് പറയുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കരുവന്നൂർ ഇതിൻ്റെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പം ഈ സമയത്ത് CPM-ന് വലിയ തിരിച്ചടിയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM 3ാം വട്ടവും അധികാരത്തിലേറാൻ വേണ്ടിയിട്ടുള്ള LDF ശ്രമം നടത്തുമ്പം ഇത് കരുവന്നൂർ കേസ് ഈ വടക്കാഞ്ചേരി, കുന്നംകുളം, ഇരിങ്ങാലക്കുട തുടങ്ങിയിട്ടുള്ള നാട്ടിക, ചേർപ്പ്, തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള പല മണ്ഡലങ്ങളിലും ഇതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. CPIക്ക് തന്നെ അതുകൊണ്ട് വലിയ പ്രശ്നം. അപ്പോൾ തൃശ്ശൂർ സീറ്റൊക്കെ CPIക്ക് നിലനിർത്താൻ പറ്റുമെന്നുള്ളൊരു തോന്നലും ഓർക്കില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ നിൽക്കുക. വല്ലാത്തൊരു പ്രതിസന്ധി കൂടെ CPI പോവുക. CPIയുടെ ഏറ്റവും ശക്തമായ വേറുള്ള സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ്. അല്ല, ഇതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 4 കൊല്ലമായിട്ട് ഇവർ പറയുന്നത് ED അവരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി അവർക്കത് പറയാൻ കഴിയില്ല. അതെ, ഈ വിഷയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇപ്പുറത്ത് നിൽക്കുകയല്ലേന്നേ. ഇപ്പം സുരേഷ് ഗോപി പോലും അവിടെ യാത്രയൊക്കെ നടത്തിയതാണ്. അത് കേട്ടാണ് തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവിടെ ഇത് ബാക്കിയുള്ളടത്ത് പറയുന്നത് പോലെ ഇവരുടെ വീട്ടിലെ കാര്യമല്ലല്ലോ ഇത്. പാവപ്പെട്ടവൻ കൊണ്ടേ പൈസ ഇട്ടിട്ട് അവർ പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ പൈസ കിട്ടുന്നില്ല. എന്നിട്ട് മക്കളെ കെട്ടിക്കാൻ വെച്ചേക്കുന്നത് അല്ലെങ്കിൽ അടിയന്തരമായ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ പൈസ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയി. ഏറ്റവും കൂടുതൽ ഇപ്പം ഇതിൻ്റെ പ്രതിസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ പ്രതികളായിട്ട് ബാക്കിയുള്ളവർ വരുന്ന ആരാ? ഒന്ന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ 70ാം പ്രതി, കുന്നംകുളം MLA AC മൊയ്തീൻ 67ാം പ്രതി, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് 69ാം പ്രതി. K രാധാകൃഷ്ണൻ മനസ്സറിഞ്ഞുകൊണ്ട് ഇതിനകത്ത് പങ്കാളിയല്ല എന്ന കാര്യം നമുക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞ 68ാം പ്രതിസ്ഥാനത്ത് CPM എന്ന് പറയുമ്പോൾ CPM-നകത്തുള്ള എത്രയോ നല്ലവരായ നേതാക്കന്മാരുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിശുദ്ധി ജീവിതത്തിലുടനീളം വെച്ച് പുലർത്തുന്നവർ. പക്ഷേ അവരെല്ലാം ഇതിൻ്റെ പാപഭാരം ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുക. അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പം പാർട്ടിക്ക് വേണ്ടി പണം പിരിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടുകൾ അവിടെ നിന്ന് ഉണ്ടാക്കുന്നു. പാർട്ടിക്ക് കച്ചവടം നടത്താൻ ആ കച്ചവടത്തിലെ പൈസ ഇടാൻ വേണ്ടിയിട്ട് ഓരോ ബാങ്ക് അക്കൗണ്ടിലും ആ ബാങ്കിൽ തന്നെയല്ലേ തുടങ്ങുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം അടുത്ത നാളുകളിൽ ഈ വർഗീസ് അവിടെ 1 കോടി രൂപ കണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആ പൈസ പിടിച്ചത്. ഈ 1 കോടി രൂപ ലിക്വിഡ് ക്യാഷ് കയ്യിൽ വെച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലിപ്പോൾ ഒരു പണ്ടത്തെ പോലെ പാട്ടപ്പിരിവ് നടത്തുന്നില്ല. അപ്പോൾ ഈ പൈസ എവിടുന്നാണ് വരുന്നത്? ഈ പൈസ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കള്ളപ്പണക്കാരടുത്തുനിന്നും ഇവിടുത്തെ വ്യവസായികളടുത്തുനിന്നും അവർക്ക് വഴിവിട്ട പല ഫേവറുകളും ചെയ്തു കൊടുത്തിട്ട് അവരടുത്ത് മേടിക്കുന്ന മാസപ്പടിയാണ് ഒക്കെ അവരടുത്ത് മേടിക്കുന്ന വഴിവിട്ട മാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന പണത്തിന്റെ പങ്ക് പറ്റുന്ന ഒരു പാർട്ടിയായിട്ട് CPM അതബന്ധിച്ചു എന്നുള്ളത്. അതെ. പിന്നെ രണ്ടാമത്തെ കാര്യം, അതെ, ഇത് തട്ടിപ്പല്ലേ നടന്നത്? തട്ടിപ്പ് കണക്കാണ്. ഈ പൈസ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാണല്ലോ ഇത്. പാവങ്ങളുടെ ഡെപ്പോസിറ്റ് പൈസയൊക്കെയാണ് അത്. അപ്പോൾ ഇതിനകത്ത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേത് ഞാൻ പറഞ്ഞ ഇവരെ ഫണ്ട് റൈസിങ്ങിനുള്ള മാർഗ്ഗങ്ങൾ, പാർട്ടി ഫണ്ട് റൈസിങ്ങിനുള്ള മാർഗ്ഗങ്ങളും വഴിവിട്ട മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്. ഒരിക്കലും അവർ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ അവരെന്ത് പ്രത്യയശാസ്ത്രമാണോ മുന്നോട്ട് വെക്കുന്നത് അതിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള മാർഗ്ഗങ്ങളിലൂടെ പണം സ്വീകരിക്കുന്നുള്ള. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ K രാധാകൃഷ്ണൻ മനസ്സറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അറിവോടെ സമ്മതത്തോടെ നടക്കുന്നൊരു കാര്യമല്ല. പക്ഷെ വേണമെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കില്ല, മൗനാനുവാദം കാണും ചിലപ്പോൾ. അയാൾ ഒരു വ്യക്തിശുദ്ധിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളൊക്കെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന ഒരാളാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് TP ചന്ദ്രശേഖരനെ കൊല്ലുമ്പോഴും പുള്ളിക്കൊന്നും മിണ്ടാൻ പറ്റിയിട്ടില്ല. പുള്ളിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മിണ്ടാറില്ല എന്നുള്ളതാണ്. പക്ഷെ പുള്ളി പൊതുവെ മാന്യനാണ്. പുള്ളി ഒരു പൈസയും കക്കാനും പിടിക്കാനും അതിൻ്റെ പങ്ക് പറ്റാനും ഒന്നും വ്യക്തിപരമായി പോവില്ല എന്നുള്ള ബോധ്യമുണ്ട്. K രാധാകൃഷ്ണൻ നിലവിൽ MP യാണ്, AC മൊയ്തീൻ നിലവിൽ MLA ആണ്, 3 പേര് ജില്ലാ സെക്രട്ടറിമാരായിരുന്നു. പിന്നെ ഇതിനകത്ത് ഭയങ്കര സെക്കുലറുമാണ് ഈ കാര്യത്തിനകത്ത്. ഇപ്പോൾ ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയും ഉണ്ട്, ഒരു മുസ്ലിമും ഉണ്ട്, ഒരു ഹിന്ദുവും ഉണ്ട്. ഭയങ്കര രസമായിട്ട് എല്ലാം നല്ല. മാത്രമല്ല കേന്ദ്ര കമ്മിറ്റി ഉണ്ട്, സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, ജില്ലാ കമ്മിറ്റി ഉണ്ട്, ഏരിയ കമ്മിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് ഈ 2 പേര് മുൻ മന്ത്രിമാരായിരുന്നു.
കെ രാധാകൃഷ്ണൻ സ്പീക്കറായിട്ടുണ്ട്, പിന്നെ 2 തവണ മന്ത്രിയായിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ. 32ാമത്തെ വയസ്സിൽ നായനാർ മന്ത്രിസഭയിൽ 96ലെ മന്ത്രിസഭയിൽ അംഗമായതാണ്. അത് കഴിഞ്ഞിട്ട് 2006 പിന്നെ 6 സ്പീക്കറായി. 2016 മന്ത്രിയായി. ഓക്കെ, അല്ല 16 21 അതിൽ 16 ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ 2 തവണ മന്ത്രിയായി, 1 തവണ സ്പീക്കറായി. AC മൊയ്തീനും മന്ത്രിയായിരുന്ന ആളാണ്. AC മൊയ്തീനും വർഗീസുമാണ് ഇതിനെ നാശമാക്കിയിട്ടുള്ളത്. പിന്നെ PK ബിജു ഇതിനകത്ത് ലിസ്റ്റിനകത്ത് വന്നിട്ടില്ല. PK ബിജു ഇങ്ങനെയുള്ള കുറച്ച് പേരാണ് ഇതിനെ നാശമാക്കിയത്. ഈ AC മൊയ്തീൻ എന്ന് പറഞ്ഞാൽ AC മൊയ്തീൻ 2004 നിലവിൽ MLA ആയിരുന്ന ബലറാമിനെ, വടക്കാഞ്ചേരിയിലെ MLA ആയിരുന്ന ബലറാമിനെ രാജിവെപ്പിച്ച് മുരളീധരന് KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ വേണ്ടി ബലറാമിനെ രാജിവെപ്പിക്കുകയും അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റാണ് ഓഫർ കൊടുത്തത്. അത് നടന്നില്ല. പിന്നെ അങ്ങനെ വടക്കാഞ്ചേരിയിൽ മുരളീധരൻ പോയിട്ട് മത്സരിക്കും. അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന AC മൊയ്തീൻ മുരളീധരനെതിരെ മത്സരിച്ച് അവിടെ അട്ടിമറി വിജയം നേടി. ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് അനിലക്കര അവിടെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പിന്നെ യുവനേതാവിനെ നിർത്തിയിട്ട് ആ സീറ്റ് കഴിഞ്ഞ തവണ LDF പിടിച്ചെടുത്തു. അവിടെ പേരെനിക്കിപ്പോൾ വായി കിട്ടുന്നില്ല. ഓക്കെ, എന്തായിരുന്നാലും ഈ AC മൊയ്തീൻ ചെയ്തിട്ടുള്ള ഒരുപാട് തരികിട പരിപാടികളുണ്ട്. AC മൊയ്തീൻ്റെ അഹങ്കാരം നമ്മൾ കണ്ടതാണ്. മന്ത്രിയായിരിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കാറിലിരുന്ന് ക്യാമറകളുടെ മുമ്പിൽ ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മാതിരി മാടമ്പിത്തരമുള്ള ആളാണ്. സ്വന്തമായിട്ടൊരു കോക്കസിനെ കൊണ്ട് കടന്നിട്ട് ഇവിടെ മാത്രമല്ല, ഇരിങ്ങാലക്കുടയിലെ കല്ലട ബാങ്ക് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ AC മൊയ്തീൻ്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. AC മൊയ്തീൻ ഒരു എന്താ പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ് AC മൊയ്തീൻ. എല്ലാ രീതിയിലുള്ള എല്ലാ തരികടകളും എല്ലാ ഉടായ്പകളും എല്ലാം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് AC മൊയ്തീൻ. AC മൊയ്തീനൊക്കെ കുന്നംകുളം സീറ്റ് എടുത്തതോടെ പിന്നെ LDFന് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർ 3ാം ടേം എന്ന് പറയുമ്പോൾ കയ്യിലുള്ള സീറ്റുകൾ പോകാൻ നിൽക്കുക. ഇരിങ്ങാലക്കുട പോകും, കുന്നംകുളം പോകും, വടക്കാഞ്ചേരിയിൽ റിഫ്ലക്റ്റ് ചെയ്യും, പല മണ്ഡലങ്ങളിലും. അത് മാത്രമല്ല, കേരളത്തിലെ സഹകരണ മേഖലയിൽ എല്ലാം ഇത് കൃത്യമായിട്ട് അഫക്ട് ചെയ്തില്ല ഈ ഒരു വിഷയം. ഉറപ്പായിട്ടും ആളുകൾക്ക് സഹകരണ ബാങ്കിൽ കൊണ്ടിട്ട് പൈസ ഇടാൻ തരും വരുമോ? ഇല്ല. ഇപ്പൊ തന്നെ പലർക്കും പേടിയാ. കാരണം ഈ സാധനം ഇങ്ങനെയാണെന്നുള്ളൊരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് തോന്നുന്നു. ആൾക്കാർ ഒന്ന് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്ന കണ്ടാണ് സഹകരണ ബാങ്കിലൊക്കെ പോയിട്ട് വാർഷിക ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ 5 വർഷത്തേക്കൊക്കെ ഇടുന്ന ആളുകൾ. അത് അവർക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്നത് LDF ആണ്. LDF ആണ്. എല്ലാ UDFന്റെ ആയിരുന്ന എല്ലാ LDF പിടിച്ചെടുത്തെങ്കിലും പിന്നീട് LDF അത് കച്ചവടമാക്കി. അല്ല, ഈ LDF സഹകരണ സ്ഥാപനങ്ങൾ പലതും പിടിച്ചെടുത്ത വഴിയും ശരിയല്ലായിരുന്നു. ഇവർ ഈ സഹകരണ വകുപ്പ് പിന്നെ ഇവർ ഭരണത്തിൽ വരുമ്പോൾ അന്ന് ഇപ്പോൾ ഈ കോടതികൾ പിന്നെ ഇടപെടുന്നതുകൊണ്ടാവും നടക്കുന്നില്ല. അങ്ങനെ പിരിച്ചുവിടാൻ പറ്റത്തില്ല. ബാങ്ക് ഭരണസമിതി അങ്ങ് പിരിച്ചുവിടും. അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണം ഏൽപ്പിക്കും. ഏതെങ്കിലും ജോയിൻറ്റ് രജിസ്ട്രാറെ ആരെങ്കിലും അതിൻ്റെ ഭരണം ഏൽപ്പിക്കും. എന്നിട്ട് ഇവരുടെ ആൾക്കാരെ മുഴുവൻ, മറ്റവരുണ്ടാക്കിയ ബാങ്കായിരിക്കും, ഇവരുടെ ആൾക്കാരെ മുഴുവൻ A ക്ലാസ് മെമ്പർമാരായിട്ട് ചേർത്ത് അവരെല്ലാം വോട്ടർമാരാക്കും. പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിന്നെ അവിടെ തന്നെ മറ്റൊരു ഇവരുടെ ഗുണ്ടായിസുള്ള സ്ഥലങ്ങളിൽ ബാക്കിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ വരാൻ ക്യൂവിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല. വ്യാജ ID കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെ ആൾക്കാരെ കൊണ്ട് തന്നെ വോട്ട് ചെയ്യിപ്പിക്കും. ഇപ്പോൾ AKG ആശുപത്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. AKG പിന്നെ ആശുപത്രിയുടെ തെരഞ്ഞെടുപ്പ് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് എന്തെല്ലാം അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവരിത് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇവരുടെ തോന്നിവാസമാണ് നടക്കുന്നത്. ഇവർക്ക് താല്പര്യമുള്ളവർക്ക് 10 ലക്ഷം രൂപ പിന്നെ മൂല്യമുള്ള സ്ഥലത്തിന് 20 ലക്ഷം രൂപ ലോൺ കൊടുക്കും. ഈ ലോൺ കൊടുത്താലുണ്ടാകുന്ന സ്ഥിതി, ഇവൻ ഈ ലോൺ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ റിക്കവർ ചെയ്യുമ്പോഴോ ഇവരെ പൈസ പോയില്ലേ ബാങ്കിൻ്റെ. അങ്ങനെയാണ് പല ബാങ്കുകളും പെട്ടുപോകുന്നത്. ഇവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഇവർ വാല്യൂ കൂടുതൽ കാണിക്കും. വാല്യൂ കൂടുതൽ കാണിച്ചിട്ട് ഈ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പൈസ ലോൺ കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവരുടെ തന്നെ ഈ പിന്നെ കാർഷിക ലോൺ ഉൾപ്പെടെയുള്ളത്, ഈ 3% പലിശയുള്ള ലോണൊക്കെ ഉണ്ടല്ലോ. ഈ ലോണുകളൊക്കെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെയൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ഇവരുടെ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, പാർട്ടിക്കാർ അർഹരായ പാവപ്പെട്ടവർക്ക് കൊടുക്കത്തില്ല. ഇവർക്ക് കിട്ടുന്ന എത്രയാണോ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ച് കിട്ടുന്നത്, ആ ഫണ്ടിൽ നിന്ന് പിന്നെ ലോൺ കൊടുക്കാൻ എത്ര പേർക്കാണോ കൊടുക്കാൻ പറ്റുന്നത് അത് ഇവർ തന്നെ വീതിച്ചം എടുക്കും. ഇതാണ് ചെയ്യുന്നത്. സഹകരണ ബാങ്കുകളുടെ നിയമനം CPM ഇത്രയും പ്രവർത്തകരുടെ ബേസ് എന്ന് പറയുന്നത് ഈ സഹകരണ ബാങ്കുകളിലോട്ടാണ്. കാരണം ഇവർക്ക് ഈ കല്ലെറിയാനും ഗുണ്ടായുസത്തിനും ഒക്കെ പോകുന്ന ആൾക്കാരെല്ലാം ബാങ്കിലാണ് ജോലി കൊടുക്കുന്നത്. ഇവർ രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ അവിടെ ഇരുന്നാൽ പിന്നെ പാർട്ടി പണിക്ക് അങ്ങ് പോയിക്കോളും. ഈ കല്ലെറിയാനും പിന്നെ ആക്രമിക്കാനും ഒക്കെ പോയിക്കോളും. ഇതിന് എന്തോ ഉള്ളത്, ഇവർ പിന്നെ 10ാം ക്ലാസ്സും കുസ്തിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കോർപ്പറേഷനകത്ത് ഒരു പിന്നെ എന്താ JDC അല്ലേ ആ കോഴ്സിൻ്റെ പേര്, അത് ചെയ്ത് വെച്ച് സഹകരണ ബാങ്കിലും കയറുകയായിരുന്നു. അപ്പം അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഈ കയറുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ PSCക്ക് വിടണമെന്നേ.
PSC വിടണം. ആ പാർട്ടി കൂടെ നോക്കിയിട്ടും ഇദ്ദേഹത്തെ നോക്കിയിട്ടും പിന്നെ അയോഗ്യരായ ആളുകളെ ഓരോ സ്ഥാനത്ത് കൊണ്ടിടുമ്പം അവർ പാർട്ടി പറയുന്ന താല്പര്യങ്ങൾ നടപ്പിലാക്കുള്ളൂ. അവരെ കൊണ്ടുവന്ന് അവരെ റിക്രൂട്ട് ചെയ്താൽ അവർക്ക് പോസ്റ്റിംഗ് നടത്തി കൊടുത്ത നേതാവ് പറയുന്നത് കേൾക്കുള്ളൂ അവിടെ ഇരുന്നുകൊണ്ട്. അത് മാറ്റി സഹകരണ സ്ഥാപനങ്ങൾക്കകത്തെ നിയമനങ്ങൾ അങ്ങനെയാക്കണം. എൻ്റെ അഭിപ്രായത്തിൽ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം പോലും അങ്ങനെ ആക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം സർക്കാരാണല്ലോ ശമ്പളം കൊടുക്കുന്നത്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടെന്നല്ലേ ഉള്ളൂ. പിള്ളേരുടെ ഒരു ഫീസൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ മേടിച്ചോട്ടെ എന്തെങ്കിലുമൊക്കെ. അല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് 20% ഇത് പിന്നെ കുട്ടികളെ അവർക്ക് മാനേജ്മെന്റ് കോട്ടയിൽ 40 ലക്ഷം 50 ലക്ഷമാണ് ഒരു സീറ്റിനൊക്കെ വാങ്ങി. അതെ. അപ്പം ഇത്തരം സംവിധാനങ്ങളെല്ലാം മാറ്റം വരണം എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഒരുപക്ഷെ ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല, ഐ എം നോട്ട് ഷുവർ. ഒരു പാർട്ടി അപ്പാടെ പ്രതിസ്ഥാനത്ത് വരുന്ന 68ാം പ്രതിസ്ഥാനത്ത് പിന്നെ പാർട്ടി വരുന്നത് എന്നുള്ളത് വളരെ രസകരമായ കൗതുകകരമായിട്ടൊരു കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ മൂന്നാമത് LDF സർക്കാർ കേരളത്തിൽ വരാനുള്ള അവസാന ശ്രമങ്ങളും തീവ്ര ശ്രമങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉള്ള പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഇതിൻ്റെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ വ്യക്തിപരമായി ഇത്തരം വൃത്തികേടുകളിൽ പങ്കാളി, ആ പാവത്തിൽ ലിസ്റ്റിൽ പെട്ടുപോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ AC മൊയ്തീനെയൊക്കെ പോലെയുള്ള ആളുകൾ തൃശ്ശൂർ ജില്ലയിലെ പാർട്ടിയെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറാണ് എന്ന് CPM നേതാക്കന്മാർക്ക് ഇനിയെങ്കിലും ബോധമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സാധ്യതകൾ അടഞ്ഞു പോവുകയാണ്. ബാക്കിയുള്ള സഹകരണ സ്ഥാപനങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്യാനും സ്ക്രീൻ ചെയ്യാനും അവർക്കൊരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കാനും ഒക്കെ CPM എന്ന പാർട്ടി ശ്രദ്ധിച്ചാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് കഴിയും.